ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ലിഗലായിൽ മാത്യു വിചാരിച്ച പ്രിയപ്പെട്ട കൊച്ചച്ച, വാത്സല്യമുള്ള മറ്റച്ഛന്മാരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മളുടെ സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിൽ ഇന്ന് ഒരു തിരുപ്പട്ട ശുശ്രൂഷയ്ക്കായിട്ട് നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചിരിക്കുകയാണ്. ധാരാളം പേര് ഈ പ്രഭാതത്തിൽ തന്നെ ഇവിടെ വന്നു തുടങ്ങി ഈ അഭിഷേക കർമ്മത്തിലും പരിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുകയാണ്. അനുഗ്രഹീതമായ ഒരു നിമിഷമാണിത്. നമുക്ക് നല്ലപോലെ പ്രാർത്ഥിച്ച് നമ്മൾ ഡീക്കൻ മാത്യു മുകളേലിനെ ഈശോയുടെ തിരുപ്പട്ടം നൽകി സഭയ്ക്ക് വേണ്ടി മാറ്റി നിർത്തുകയാണ്. മുകളേൽ ശംശാന മംഗലപ്പുഴ സെമിനാരിയിൽ തത്വശാസ്ത്രവും വടവാതൂർ സെമിനാരിയിൽ ദൈവശാസ്ത്രവും പഠിച്ച ആളാണ്. നമ്മളുടെ സഭയിലെ ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ വൈദിക വിദ്യാർത്ഥികളെ സഭയ്ക്ക് നൽകിയതുമായ 2 സെമിനാരികളാണിത്. ആ 2 സ്ഥലങ്ങളിലും പഠിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചത് വലിയൊരു ദൈവകൃപയായിട്ട് നമുക്ക് കരുതാം. അതിനിടയിൽ അദ്ദേഹം സെൻറ്റ് തോമസ് കോളേജിൽ BSc ബോട്ടണി പരീക്ഷ നല്ല മാർക്കോടുകൂടി എഴുതി പാസ്സായി. ശുമാച്ചൻ്റെ മാതാപിതാക്കളെ മാത്യു, എൽസി രണ്ടുപേരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സഹോദരൻ ജസ്റ്റിൻ, മറ്റ് കുടുംബാംഗങ്ങളെല്ലാം ഇവിടെയുണ്ട്. അവരുടെ ദീർഘകാലത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ അൾത്താരയിലേക്ക് അദ്ദേഹത്തെ ഇന്ന് ദൈവം കൂട്ടി കൊണ്ടുവന്നിരിക്കുന്നത്. പ്ലാച്ചനാൽ വലിയൊരു കേന്ദ്രമാണ്. സഭയുടെ, നമ്മളുടെ സിറമലബാർ സഭയിലെ തന്നെയും പ്രധാനപ്പെട്ട ഒരു സ്ഥലം, രൂപതയിലെ വലിയൊരു ഇടവകയാണ്. തന്നിക്കുന്നേൽ പിതാവിൻ്റെ ഇടവകയാണ്. കുടക്കച്ചിറ അന്തോണിക്കത്തനാരുടെ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യം ദേറാ വഴിയും ഇവിടുത്തെ വികാരിക്കടുത്ത ശുശ്രൂഷ വഴിയും എല്ലാം ഉള്ള സ്ഥലമാണ്. വലിയ പ്രഗത്ഭരായ വൈദികരെ പാലാ രൂപതയ്ക്ക് ധാരാളമായിട്ട് സംഭാവന ചെയ്ത ഒരു ഇടവക. നല്ല വിചാരിച്ചന്മാർ കഴിഞ്ഞ നാളുകളിലെല്ലാം ഈ ഇടവകയിൽ കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ സമൃദ്ധമായ വളർച്ചയും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ദീപനാളത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അഞ്ഞൂറ്റിമംഗലം ദേവസ്യ സാറ് ഈ ഇടവക്കാരനാണ്. വളരെയേറെ വർഷങ്ങൾ അദ്ദേഹം രൂപതയുടെ ആ പത്രത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വർക്ക് ചെയ്ത ആളാണ്. നമുക്ക് വലിയ സന്തോഷമാണ് അവരെയെല്ലാം ഈ അവസരത്തിൽ ഓർക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനുമെല്ലാം. നമ്മളുടെ ചാവറ കുര്യാക്കോസ് പുണ്യവാളച്ഛൻ്റെ തിരുനാളാണെന്ന് അച്ഛനെ ഓർക്കുകയും വിദ്യാഭ്യാസ മേഖലയിലും സഭയുടെ കാര്യങ്ങളിലും അച്ഛൻ ചെയ്ത നിർണായകമായ ശുശ്രൂഷകൾ മനസ്സിൽ കാത്ത് സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു അവസരം കൂടിയാണിത്. നമ്മളുടെ ഈ ഇടവകയിൽ നല്ല ഭക്തരായ മാതാപിതാക്കൾ ഏറെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഞാൻ കയ്യൂരിൽ നിന്ന് ഈ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി വരുന്ന അവസരങ്ങളിലെല്ലാം രാവിലെ 9 മണിക്കും വൈകിട്ട് 5 മണിക്കുമൊക്കെ ശുഭ്ര വസ്ത്രധാരികളായ നിരവധി നല്ല ചേട്ടന്മാർ ഈ പള്ളിയോടും പള്ളിക്കൂടത്തോടും ഇവിടുത്തെ ടൗണിനോടുമെല്ലാം ബന്ധപ്പെട്ട് നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ചയായിരുന്നു കാണാനുണ്ടായിരുന്നത്. അവരെല്ലാം ഈ പ്ലാച്ചനാലിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചവരാണ്. എൻ്റെ ഗുരുക്കന്മാർ 2-3 പേർ ഇനിയും ജീവിച്ചിരിപ്പുണ്ട്. എജത്വം സാറ്, ആലപ്പാട്ട് കുന്നേൽ സാറ്, കുരുവിള സാറ്, മാത്തുണ്ടി സാറ്. അങ്ങനെ ഇവിടം പഠിക്കുന്ന കാലത്തൊക്കെ ധാരാളം അധ്യാപകർ ഈ സ്കൂളിലുണ്ടായിരുന്നു. സിസ്റ്റേഴ്സും ടീച്ചേഴ്സുമെല്ലാം അവരുടെ വലിയൊരു സാന്നിധ്യം പ്ലാച്ചനായെ നല്ലപോലെ വളർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ഇടവക്കാരായ 2 അച്ഛന്മാർ
തോട്ടപ്പള്ളി അച്ഛനും ആലപ്പാട്ട് കുന്നേലച്ഛനുമായിട്ട് ഞാൻ അരുവിത്ര ഒന്നിച്ച് ശുശ്രൂഷയിൽ ആയിരുന്നിട്ടുണ്ട്. അവർ തോട്ടപ്പള്ളി അച്ഛൻ നമ്മുടെ രൂപതയെ വളരെയേറെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനാണ്. അങ്ങനെ ബ്ലാസ്നായുമായിട്ട് ബന്ധപ്പെട്ട നിരവധിയായ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞ് ഉണ്ട്. ഇവിടുത്തെ ഒട്ടുമിക്ക വീട്ടുകാരെയും എനിക്കറിയാം. അതും ഒരു വലിയ ദൈവകൃപയാണ്. ഞാനിവിടെ കുണിയാമ്പടിക്കലച്ഛനായിരുന്ന കാലത്ത് ശനി ഞായർ ദിവസങ്ങളിൽ വടവാതിൽ നിന്ന് പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛനെ സഹായിക്കാൻ വരുമായിരുന്നു. അങ്ങനെ പ്ലാസന എനിക്ക് ഹൃദയത്തിൽ എപ്പോഴും ഇടം പിടിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയുള്ള എല്ലാവരും മാതാപിതാക്കളും ഈ ഇടവകയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമർപ്പിത സഹോദരിമാരും എല്ലാം നമുക്ക് വിലപ്പെട്ടവരാണെന്ന് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ശമാശനെ വൈദികനായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ചൊല്ലുന്നൊരു ചെറിയ പ്രാർത്ഥനയുണ്ട്. സുവിശേഷ പുസ്തകം കൊടുത്തുകൊണ്ട് വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിൻ്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിൻ്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. ഈ രണ്ട് വാക്യങ്ങളിൽ വാസ്തവത്തിൽ ഒരു ശമാശനെ പുരോഹിതനാക്കി മാറ്റുന്നതിൻ്റെ എല്ലാ അർത്ഥവും അതിൽ ചേർത്തിട്ടുണ്ട്. സുവിശേഷ പുസ്തകം ആദ്യമേ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിയുമ്പോൾ ഏൽപ്പിക്കുന്നുണ്ട്. പിന്നീട് അത് തിരിച്ച് വീണ്ടും അച്ഛനായി കഴിഞ്ഞ് ആദ്യ നിമിഷത്തിൽ അദ്ദേഹത്തെ അത് ഏൽപ്പിക്കുമ്പോൾ വലിയ നിർദ്ദേശങ്ങളാണ് അത് കൊടുക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കേണ്ടവനാണ് പുരോഹിതൻ. വാക്കുകൊണ്ട് മാത്രമല്ല, ജീവിതം കൊണ്ടും. ആ ജീവിതമാണ് വാസ്തവത്തിൽ ഏറ്റവും നല്ല ശക്തിയുള്ള പ്രഘോഷണമായിട്ട് മാറേണ്ടത്. സുവിശേഷം ജീവിത നിയമമാക്കി മാറ്റേണ്ടവനാണ് ഒരച്ഛൻ. വേറൊരു നിയമവും അദ്ദേഹത്തിന് പാലിക്കാനില്ല. സുവിശേഷമാണ് മെഷറിംഗ് സ്റ്റിക്ക്. അങ്ങനെ ജീവിത നിയമമായിട്ട് ഇന്ന് മുതൽ മാത്യു അച്ഛൻ സുവിശേഷത്തെ മാറ്റിയെടുക്കുകയാണ്. മെഷറിംഗ് സ്റ്റിക്കായിട്ട് അതിനെ കാണുകയാണ്, അളവുകോലായിട്ട് കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പരിശോധിക്കാനുള്ള അളവുകോലായിട്ട് ബൈബിള്, തിരുവചനം നല്ലതുപോലെ പഠിക്കണം. വാസ്തവത്തിൽ ഒരച്ഛന് കിട്ടുന്നത് പോലെ ഒരു സൗഭാഗ്യം തിരുവചനം പഠിക്കാനും പ്രഘോഷിക്കാനും ഈ ലോകത്തിൽ മറ്റാർക്കാണ് കിട്ടുന്നത്? നമുക്ക് വിസ്മയം തോന്നും. എല്ലാ ദിവസവും സുവിശേഷം പ്രഭാതത്തിൽ നമ്മൾ വായിക്കുന്നു, സന്ധ്യയിൽ വായിക്കുന്നു, അതിന് വ്യാഖ്യാനം കൊടുക്കുന്നു. ലോകത്തിലൊരു മനുഷ്യനും കിട്ടാത്ത ഒരു ഭാഗ്യമാണ്. അതുകൊണ്ടാണ് സുവിശേഷം ജീവിത നിയമമായിട്ട് മാറ്റണമെന്ന് തിരുസഭ നമ്മളോട് പ്രഖ്യാപിക്കുന്നതും. വിശുദ്ധ പൗലോസ് തിമത്തിക്ക് എഴുതിയ ലേഖനത്തിൽ 2 തിമത്തി 3:14 ഈശോ മിശിഹായോട് ഐക്യപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡനമേൽക്കേണ്ടി വരും. എവിടെയെല്ലാം നമ്മൾ വെള്ളം ചേർക്കാത്ത സുവിശേഷം പ്രസംഗിക്കുന്നുവോ അവിടെയെല്ലാം പീഡനമേൽക്കേണ്ടി വരും. കാരണം സത്യത്തിൽ നിന്ന് ആളുകൾ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളിൽ സ്ഥിരമായിട്ട് നിൽക്കണം. ആരെങ്കിലും ഒരു കല്ലെറിഞ്ഞു, ആരെങ്കിലും ഒരു ചീത്ത വിളിച്ചു, അപ്പോൾ സുവിശേഷം അവിടെ ഇട്ടിട്ട് ഓടിപ്പോകാൻ ഇടയാകരുത്. സ്ഥിരമായിട്ട് സുവിശേഷം കയ്യിലെടുത്ത് ജീവിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണമെന്ന് പൗലോസ് തൻ്റെ സഹപ്രവർത്തകനായ തിമോത്തിയോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. പിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ ബാല്യം മുതലേ പഠിച്ചിട്ടുള്ളതാണല്ലോ. കൊച്ചുനാൾ മുതൽ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം സുവിശേഷം വായിക്കുകയും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ കേൾവി നമ്മുടെ ജീവിതത്തിൻ്റെ അളവുകോലായിട്ട് മാറണം. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. 4 വലിയ വഴികളാണ്
ഈ ലോകത്തിൽ സുവിശേഷം കൊണ്ട് ഒരു വൈദികൻ നടപ്പിലാക്കേണ്ടതായിട്ട് പൗലോസ് നമുക്ക് കാണിച്ചു തരുന്നത്. പൗലോസാണ് ലേഖനങ്ങൾ കൊണ്ട് പെട്ടകം നിർമ്മിച്ചയാൾ. മറ്റ് ആളുകളെല്ലാം തടി കൊണ്ട് പെട്ടകങ്ങൾ ഒക്കെ നിർമ്മിക്കുമ്പോൾ പൗലോസ് തൻ്റെ ലേഖനത്തിലൂടെ പെട്ടകം നിർമ്മിച്ച് വിശ്വാസികളെയെല്ലാം അതിൽ കയറ്റി. ഇന്നും നമ്മൾ പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്ന് വായനയില്ലാത്ത അപൂർവം ദിവസങ്ങളെ നമ്മുടെ ലിറ്റർജി ക്രമത്തിലുള്ളൂ. അങ്ങനെ അദ്ദേഹം നിർമ്മിച്ച ആ പെട്ടകം, ദൈവവചനമാകുന്ന ആ പെട്ടകത്തിനുള്ളിലാണ് നമ്മളുടെ കുർബാനയും ഇതര ലിറ്റർജിക്കൽ കർമ്മങ്ങളുമെല്ലാം അനുഷ്ഠിക്കുന്നത് എന്നും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഒരു നിമിഷം ഇന്നത്തെ സുവിശേഷത്തിൽ കേട്ട തിരുവചനത്തെക്കുറിച്ച് കർത്താവിൻ്റെ പക്കൽ ശിഷ്യന്മാർ ഞങ്ങളെങ്ങനെയാണ് ജീവിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കർത്താവ് നൽകുന്ന ഉത്തരം ഒരുപക്ഷേ നമ്മൾ അത്ര പ്രതീക്ഷിച്ചിട്ടുള്ളതും നമുക്ക് വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതുമായ കാര്യമായിരിക്കില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വലിയ ചേട്ടന്മാരാണ്, നേതാക്കന്മാരാണ്, സമർത്ഥരാണ്, രാഷ്ട്രീയക്കാരാണ്. പക്ഷേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഇങ്ങോട്ട് നോക്കുക, ഇവിടെ 8-10 പിള്ളേർ നിൽപ്പുണ്ട്. ആ കുട്ടികളെ പോലെ നിങ്ങൾ ആയിത്തീർന്നാൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഒരു കുഞ്ഞിനെ വളർത്തി വലിയൊരു പുരുഷനോ സ്ത്രീയോ ആക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ വലിയൊരു പുരുഷനെയോ സ്ത്രീയെയോ ഒരു കുഞ്ഞിനെ പോലെ അവൻ്റെ ഹൃദയം കൊണ്ടുവരാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് കർത്താവ് വളരെ പാരഡോക്സിക്കലായിട്ടുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞത്. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവന് എന്തെങ്കിലും ഇടർച്ചയ്ക്ക് നിങ്ങൾ കാരണമായാൽ അവൻ്റെ കഴുത്തിൽ വലിയ തിരികല്ല് കെട്ടി തടാകത്തിലേക്ക് തള്ളുക എന്നതാണ് അന്നത്തെ ക്രമം. അവിടെ ഈശോ പറയുന്ന വാക്കുകളുടെ മൂലരൂപം നമ്മൾ നോക്കുമ്പോൾ കുട്ടികൾ, പൈദിയ എന്ന ഗ്രീക്ക് വാക്കാണ് സുവിശേഷകൻ ഉപയോഗിക്കുന്നത്. പൈദിയ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ വൺസ്, ചെറിയവർ, കുട്ടികളെ പോലെയുള്ളവർ, വലിയ ഹൃദയ കാഠിന്യമില്ലാത്തവർ, സാധാരണക്കാർ, സിമ്പിളായിട്ടുള്ളവർ, പൈദിയ. അതാണ് ഇന്ന് നമ്മൾ ആ വാക്കിന് കൊടുക്കുന്ന ആധുനികമായ ധർമ്മശാസ്ത്രത്തിലെ ആ അർത്ഥം. ഒരുപക്ഷെ അന്ന് അവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം പെഡോഫീലിയ എന്ന ആ കാര്യം. ഈശോ അവിടെ ഉദ്ദേശിച്ചത് കുട്ടികളെയാണ്, പൈദിയ ആണ്. അത് വിശ്വാസത്തിൽ കുട്ടികളെ പോലെ നിൽക്കുന്നവരെയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസ സംഹിതകളെല്ലാം പഠിച്ച് ബോധ്യപ്പെട്ടിട്ടില്ല, പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതൊരു പുരുഷനാണെങ്കിലും പൂർണ്ണ വളർച്ചയെത്തിയാലും സഭയുടെ വിശ്വാസം പഠിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ അദ്ദേഹവും ഒരു കുട്ടിയാണ്. വിശ്വാസത്തിൽ കുട്ടികളായിട്ടുള്ളവരെ നമ്മൾ കൈവിടരുത്. അവർക്ക് നമ്മുടെ സാന്നിധ്യം ആവശ്യമാണ്. നമ്മളിലൂടെ അവർക്ക് വളരാൻ സാധ്യതയുള്ളൂ. അവരെ നമ്മൾ വളർത്താണ്ടിരുന്നാൽ അത് വലിയ സ്കാൻഡലായിട്ട് നിൽക്കും എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14:1 വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവനെ സ്വീകരിക്കുവിൻ. അത് അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് തർക്കിക്കാനായിട്ടല്ല. വിശ്വാസത്തിൽ ഉറപ്പില്ല, അല്പമൊക്കെ ഈശോയെ അറിയാം, അവരെ വിട്ടുകളയരുത്, അവരെ സ്വീകരിക്കണം, അവരെ കൂട്ടത്തിൽ കൊണ്ടു നടക്കണം എന്നുള്ള ആ ഒരു വലിയ തത്വം, ഒരു കാറ്റഗറ്റിക്കൽ മിഷണറി പ്രിൻസിപ്പിളാണല്ലോ അത്. നമ്മുടെ മിഷണറിമാരെല്ലാം ചെയ്യുന്നതാണ്. ഈശോയെക്കുറിച്ചൊക്കെ അവർ കേട്ടിട്ടേ ഉള്ളൂ ആളുകൾ. എന്നാൽ അവിടെ പോയി അവരെയെല്ലാം അത് പഠിപ്പിച്ച് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരികയാണ്. സഭയുടെ മിഷണറി സ്വഭാവം അതാണ്. നമ്മുടെ വികാരിച്ചും ദീർഘനാൾ അതിലബാദ് മിഷനിൽ സേവനം ചെയ്ത ആളാണ്. അവിടെയുള്ള എല്ലാവർക്കും അച്ഛനെ വലിയ ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കൊച്ചുകുട്ടികൾക്കും അവിടുത്തെ പിതാക്കന്മാർക്കും എല്ലാം. അതാണ് ഒരു മിഷണറി ഡൈമെൻഷൻ. അച്ഛൻ്റെ മിഷണറി ഡൈമെൻഷനും ദൈവാരാധനക്രമത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ അവബോധവും അതിലബാദ് രൂപതയിൽ എല്ലാവരും സംസാര വിഷയമാക്കുന്ന കാര്യമാണ്. ഇവിടെയും നമ്മുടെ രൂപതയിലും ആണെന്ന് പ്രത്യേകം എടുത്ത്
പറയേണ്ട കാര്യമില്ലല്ലോ. പുരാതനമായ ഒരു റോമൻ ശിക്ഷയായിരുന്നു കഴുത്തിൽ തിരികല്ല് കെട്ടി തടാകത്തിലേക്ക് തള്ളുക എന്നത്. ആ കല്ലിന് കത്താപോന്തിസ്മോസ് എന്നാണ് വിളിച്ചിരുന്നത്. കത്താപോന്തിസ്മോസ് ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ കഴുത്തിൽ വലിയ ഒരു തിരികല്ലാണത്. ആ പേരർത്ഥമാക്കുന്നത് 1, 2, 10 പേർക്ക് എടുക്കാൻ പറ്റാത്ത തിരികല്ലാണ്. ആ തിരികല്ല് കഴുത്തിൽ കെട്ടി അവനെ കായലിലേക്ക് തള്ളണം എന്ന് പറയുമ്പോൾ അവൻ ഒരു കാലത്തും പൊങ്ങി വരരുത്, അവനതോടെ നശിക്കും. അവന് പിന്നെ ജീവിക്കാൻ നിവൃത്തിയില്ല, ആരും അവനെ സ്വീകരിക്കുകയില്ല. അത് വലിയൊരു റോമൻ ആപ്തവാക്യമാണ്. അത് കർത്താവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ വളർത്തുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. നമ്മുടെ പട്ടക്രമത്തിൽ പരിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കാൻ ഇവന് ഇടയാകട്ടെ എന്നാണല്ലോ പ്രാർത്ഥിക്കുന്നത്. സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവൃത്തി കൊണ്ട് അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസത്തിൽ അവനെ ആഴപ്പെടുത്തുക. നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് കാറ്റക്കേസിസിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാര്യവും അതാണ്. അതുകൊണ്ടൊരു വൈദികൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. സത്യവിശ്വാസത്തിൻ്റെ പ്രഘോഷകനായിട്ട് പരിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യം കൊടുത്ത് വളർത്താനായിട്ടുള്ള ആ ഒരു വലിയ ക്രമബദ്ധമായ കാര്യമാണ് നൽകപ്പെടുന്നത്. പണ്ഡിതനായ ഒറിജിൻ ഒരിക്കൽ എഴുതി, വി ആർ എർത്തൺ വെസൽസ്, കളിമണ്ണ് കൊണ്ടുള്ള പാത്രങ്ങളാണ് നമ്മൾ. അത് ഒരുപക്ഷെ നമ്മൾ ബലഹീനമായ മനുഷ്യപ്രകൃതിയെ കാണിക്കാൻ വേണ്ടി മാത്രമല്ലായിരിക്കാം. വേദപുസ്തക പണ്ഡിതന്മാർ എർത്തൺ വെസൽസ് എന്ന് പറയുന്നത് ആ ദൈവവചനം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയെക്കുറിച്ചാണ് എന്നാണ് പറയാറ്. വലിയ പണ്ഡിതനായ ആൻഡ്രൂസ് അച്ഛനൊക്കെ അർച്ചരീക്കനായിട്ട് കൂട്ടത്തിലുണ്ട്. ഇവർ രണ്ടുപേരും, തോമസ് അച്ഛനും. കളിമൺ, മൺപാത്രം, ആ ഭാഷ ഗ്രീക്ക് സിമ്പിളാണ്. ആ സിമ്പിളായ പാത്രത്തിലാണ് ഈ ദൈവികമായ രഹസ്യം നൽകപ്പെടുന്നത്. ആ ഭാഷ പഠിച്ചില്ലെങ്കിൽ ഈ രഹസ്യം നമുക്ക് കിട്ടുകയില്ല. ആ ഭാഷയെ പൂർണ്ണമായ രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിലും നമുക്ക് ഇത് കിട്ടുകയില്ല. നമുക്ക് രഹസ്യം കിട്ടാത്തതുപോലെ, തകർന്നു പോകുന്നത് പോലെ ഒക്കെ തോന്നുകയാണ്. പിന്നെ ബലഹീനമായ മനുഷ്യർ, നമുക്ക് പരിമിതികളുണ്ട് ദൈവിക രഹസ്യം മനസ്സിലാക്കാനൊക്കെ. അതുകൊണ്ട് എർത്തൺ വെസൽസ് ആയിരിക്കുന്ന നമ്മൾ, സുവിശേഷം ആണ് ജീവിത നിയമം എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും അത് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള വലിയ പരിശ്രമം നിരന്തരമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം എന്ന വലിയ സത്യമാണ് ഇന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവദിവേശ്വരമായ ഗ്രന്ഥമായതുകൊണ്ടാണ് പൗലോസും വളരെ ഊന്നൽ കൊടുക്കുന്നത്. എ വെൽ എഡിറ്റഡ് മാത്തമാറ്റിക്സ് ബുക്ക് വിൽ ബി ഫ്ലോലെസ്. നന്നായിട്ട് പഠിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു മാത്സ് പുസ്തകം, അതിനകത്ത് ഒരു തെറ്റുമില്ല, ഒരു തെറ്റും വരാൻ പാടില്ല. പക്ഷേ നോ വൺ വിൽ സേ ഇറ്റ് ഈസ് ഡിവൈൻലി ഇൻസ്പയർഡ്. ദൈവികമായ നിവേശനം, നിശ്വസനം അതിനുണ്ട് എന്ന് ആരും പറയുകയില്ല. ദൈവവചനത്തിൻ്റെ പ്രത്യേകത അതാണല്ലോ. എ സ്ക്രിപ്ചർ ഈസ് വേർഡ് ഇൻസ്പയർഡ് ആൻഡ് വേർഡ് ഓഫ് ഗോഡ് ജീസസ് ഈസ് വേർഡ് ഇൻകാർണേറ്റ്. കർത്താവ് മനുഷ്യരൂപം പ്രാപിച്ചതാണ് ഈശോ മിശിഹായി നമ്മൾ പറയുന്നത്. ദൈവവചനം ഇൻസ്പയർഡാണ്, ദൈവം നിശ്വസിച്ചിട്ടുണ്ട്. ഇന്ന് ഈ മാത്യു ശമാശൻ്റെ മേലും ദൈവം ഒരു ബ്രീത്തിങ് ഔട്ട് നടത്തുന്നുണ്ട്, നിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശ്വാസം അവനിലേക്ക് കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ബ്രൂഡിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ദൈവശാസ്ത്ര തത്വം അതാണ്. പരിശുദ്ധാത്മാവ് ഈ ശമാശൻ്റെ തലയിൽ കൂടുകൂട്ടുകയാണ്, ബ്രൂഡിങ് ഓവർ നടത്തുകയാണ്. ദൈവം നിശ്വസിക്കുകയാണ്, ശ്വാസം കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഒരു സാധാരണ ശമാശനെ കർത്താവിൻ്റെ തിരുപ്പട്ടത്തിലേക്ക് സ്വീകരിക്കുന്നത്. മത്തായിയെ വിളിച്ചപ്പോഴും ഈശോ അവനെ
കാരുണ്യപൂർവ്വം നോക്കി വിളിച്ചു എന്നാണ് വേദശാസ്ത്രികൾ പറയുന്നത്. നമ്മുടെ മാത്യുവിനെയും മുകളിൽ മാത്യുവിനെയും കാരുണ്യപൂർവ്വം വിളിച്ചിരിക്കുകയാണ്. നല്ല ഒരു കഠിനാധ്വാനം ചെയ്യുന്ന ശമാശൻ, സാധാരണ ഒരു വീട്ടിലെ ആൾ, 2 വലിയ സെമിനാരികളിൽ പരിശീലനം കിട്ടിയ ആൾ, വായനയിലും പഠനത്തിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലുമൊക്കെ താല്പര്യമുള്ള ആൾ. പക്ഷേ നമ്മൾ നിരന്തരം വളരണം. മത്തായിയെ വിളിച്ചതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മത്തായി വലിയ മിടുക്കനായതുകൊണ്ടൊന്നുമല്ല മത്തായിയെ വിളിച്ചത്, പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും അവനെ മിടുക്കനാക്കാം എന്ന് കർത്താവ് മനസ്സിൽ കരുതി. എപ്പോഴെങ്കിലും അവനെ മിടുക്കനാക്കാം, ഒരു പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് മത്തായി എന്നതുകൊണ്ടാണ് കർത്താവ് വിളിച്ചത്. അതുകൊണ്ടാണല്ലോ ഏറ്റവും നല്ലതും ഏറ്റവും വലുതും ഏറ്റവും ലിറ്റർജിക്കലായിട്ടുള്ളതുമായ സുവിശേഷം എഴുതാനായിട്ട് മത്തായിക്ക് സാധിച്ചത്. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ അഭിഷേക കർമ്മത്തിൽ ആയിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. തിരുസഭയുടെ ഏറ്റവും നല്ല പ്രാർത്ഥനകളാണ് ഈ തിരുപ്പട്ട ശുശ്രൂഷയിലെ പ്രാർത്ഥനകൾ. നിരവധിയായ അവസരങ്ങൾ ദൈവം ഇവിടെ തന്നു. ഒരു മെത്രാൻ ഉൾപ്പെടെ പ്രഗത്ഭരായ വൈദികരുൾപ്പെടെ ഈ ഇടവകയ്ക്ക് നൽകി. അതുപോലെ നല്ല സമൃദ്ധരായ ഇടവക വികാരിമാരും ഇവിടെ നമുക്ക് കിട്ടിയതിൻ്റെ പേരിലാണ് ഈ ഇടവക ഇതുപോലെ വളർന്നത്. ഇന്ന് ഈ ശമാശനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നിങ്ങളും അഭിഷിക്തരാകണം. നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. ആ പ്രാർത്ഥനകളിലൂടെയെല്ലാം നിങ്ങളും നിരന്തരമായിട്ട് അപേക്ഷിക്കണം. നിങ്ങൾക്കും അതൊരു അഭിഷേക അവസരമാണ്. അങ്ങനെ പ്രാർത്ഥനയുടെ നിറവിൽ പ്രാർത്ഥിക്കുന്ന വലിയൊരു സഭയാണ് ഇന്ന് പ്ലാച്ചിനായിൽ ഇവിടെ ഉള്ളത്. ആ സഭയുടെ നിറവിൽ നമുക്ക് ഈ ശുശ്രൂഷ അഭിഷേക കർമ്മം പൂർത്തിയാക്കാം. പരിശുദ്ധ അമ്മയോടും പരിശുദ്ധ അൽഫോൻസാമ്മയോടും പ്രാർത്ഥന യാചിക്കുന്നു. സ്നേഹനിധിയായ വിയാരീസിനെ ഒരിക്കൽ കൂടി ഓർത്ത് നന്ദി പറയുന്നു. ഉചിതനായ ഈശോ നമ്മെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ.